Hi friends, today we discuss about a new chapter clothing through the ages. വസ്ത്രത്തിന്റെ നാൾവഴികൾ, അതായത് വസ്ത്രത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്. ഈ 4 പിക്ചേഴ്സ് ഒന്ന് നിരീക്ഷിക്കുക. ഇവിടെ പിക്ചേഴ്സിൽ തന്നിട്ടുണ്ട് ഒരു കുട്ടിയുടെ, ഒരു തത്തയുടെ, ഒരു ആടിൻ്റെ, ഒരു ആമയുടെ, അങ്ങനെയുള്ള ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൗ ദീസ് ലിവിംഗ് ബീയിങ്സ് സർവൈവ് സിറ്റുവേഷൻസ് ലൈക്ക് എക്സ്ട്രീം ഹീറ്റ്, അൺബിയറബിൾ കോൾഡ് എക്സെട്ര. ഈ ജീവജാലങ്ങൾ കടുത്ത ചൂട്, അസഹനീയമായ തണുപ്പ് തുടങ്ങിയ സാഹചര്യങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കുന്നത്? ഫർ ഓഫ് ഗോട്ട്, ഫിദേഴ്സ് ഓഫ് പാരറ്റ് ആൻഡ് ടോട്ടോയിസ് ഷെൽ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ലൈക്ക് എ ക്ലോത്തിങ് ഇൻ അൺഫേവറബിൾ വെതർ കണ്ടീഷൻസ്. ആടിൻ്റെ രോമാവരണം, അല്ലേ? ഫർ മീൻസ് രോമങ്ങൾ, ആടിൻ്റെ രോമാവരണവും പാരറ്റ് ആൻഡ് ഫിദേഴ്സ് ഓഫ് പാരറ്റ്, തത്തയുടെ തൂവലുകളും ആമയുടെ പുറന്തോടും പ്രതികൂല കാലാവസ്ഥയിൽ ഒരു വസ്ത്രം പോലെ സംരക്ഷണം ഒരുക്കുന്നു. ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ വേ ഇൻ വിച്ച് ഹ്യൂമൻസ് ഫേസ്ഡ് സച്ച് സിറ്റുവേഷൻസ്? എന്നാൽ മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നേരിട്ടതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? The clothing needed for human had to be shaped with the materials available in nature. മനുഷ്യർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ കൊണ്ട് തന്നെ രൂപപ്പെടുത്തേണ്ടി വന്നു. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ അവിടെ ഫില്ല് ചെയ്യുന്നുണ്ട്. ബ്രോഡ് ലീവ്സ്, അനിമൽ സ്കിൻസ് ആൻഡ് ട്രീ ബാർക്സ് were used as clothing in early times. ആദ്യ കാലങ്ങളിൽ എങ്ങനെയാണ് വസ്ത്രങ്ങൾ ലഭിച്ചിരുന്നത്? ലീവ്സ്, ഇലകൾ ഉപയോഗിച്ചുകൊണ്ടും എനിമൽ സ്കിൻസ്, മൃഗങ്ങളുടെ തൊലികൾ ഉപയോഗപ്പെടുത്തിയും, പിന്നെ ട്രീ ബാഗ്സ്, മരത്തൊലികൾ ഉപയോഗിച്ചുകൊണ്ടുമാണ് വസ്ത്രങ്ങൾ അവർ ധരിച്ചിരുന്നത്. ക്ലോത്തിങ് വേർ മെയ്ഡ് ബൈ സ്റ്റിച്ചിങ് ടുഗദർ നാച്ചുറൽ മെറ്റീരിയൽസ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങൾ കൊണ്ട് തന്നെയാണ് അവർ സ്റ്റിച്ചിങ് ചെയ്തിരുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ മനുഷ്യർ എങ്ങനെയാണ് ക്ലോത്തിങ് ചെയ്തിരുന്നതെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. വാട്ട് ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ഡു പീപ്പിൾ യൂസ് ടുഡേ? ഇന്ന് മനുഷ്യർ ഏതെല്ലാം തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്? അവിടെ നമുക്ക് എഴുതി ചേർക്കാം. സിൽക്ക്, വുഡൻ, കോട്ടൺ, പോളിസ്റ്റർ, അല്ലെ? സിൽക്ക് വസ്ത്രങ്ങൾ, കോട്ടൺ, പോളിസ്റ്റർ, വുഡൻ. പിന്നെ ഹൗ ഡസ് ക്ലോത്തിങ് ബിക്കം യൂസ്ഫുൾ ടു അസ്? വസ്ത്രം നമുക്ക് എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു? കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബൈ ആഡിങ് മോർ ഡീറ്റെയിൽസ്. കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ്, പ്രൊട്ടക്ഷൻ ഫ്രം ഹീറ്റ്, മെയിൻ്റെനൻസ് ബോഡി ടെമ്പറേച്ചർ, പ്രൊട്ടക്ഷൻ ഫ്രം ഇൻസെക്ട്സ്, മെഡിക്കൽ യൂസ്, ഹോം ഡെക്ക്. തണുപ്പിൽ നിന്നുള്ള സംരക്ഷണം, ചൂടിൽ നിന്നുള്ള സംരക്ഷണം, ശരീരത്തിലെ ചൂട് നിലനിർത്താൻ പ്രാണികളിൽ നിന്ന് സംരക്ഷണം, മെഡിക്കൽ യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നു, ഹോം ഡെക്കറായിട്ടും യൂസ് ചെയ്യുന്നു. ദ ക്ലോത്തിങ് വി യൂസ് ഹാസ് എ ലോങ് ഹിസ്റ്ററി. നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന് ദീർഘകാലത്തെ ചരിത്രമുണ്ട്. ലെറ്റ് സി ഹൗ വി അറൈവ് അറ്റ് ദ ഡിസൈൻ ഓഫ് ദ ഡൈവേഴ്സ് ടൈപ്സ് ഓഫ് ക്ലോത്തിങ് ദാറ്റ് വി യൂസ് ടുഡേ. ഇന്ന് ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ രൂപകൽപ്പനയിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിച്ചേർന്നതെന്ന് നോക്കാം. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആദ്യമേ മനുഷ്യരുടെ അവരുടെ പിക്ചേഴ്സ് ഒന്ന് നിരീക്ഷിക്കുക. നമുക്ക് കാണാൻ സാധിക്കും അവരുടെ വസ്ത്രധാരണം. വാട്ട് മെറ്റീരിയൽസ് ഡിഡ് ഏർലി ഹ്യൂമൻസ് യൂസ് ആസ് ക്ലോത്തിങ്, അല്ലേ? എങ്ങനെയാണ് അവർ ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നത്? അവിടെ ബാർക്ക് ഓഫ് ട്രീസ്, മരപുരി എന്ന് പറയും, അതായത് മരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തൊലികൾ കൊണ്ട് അവർ വസ്ത്രങ്ങൾ ഉണ്ടാക്കി. ഗ്രാസ് ആൻഡ് ലീവ്സ്, പുല്ലുകളിൽ നിന്നും ചെടികളിൽ നിന്നും ലഭിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചവർ വസ്ത്രങ്ങൾ നെയ്തു. എനിമൽ സ്കിൻ, മൃഗങ്ങളിൽ നിന്നുള്ള തൊലി ഉപയോഗിച്ചുകൊണ്ടും. ലാസ്റ്റ് എന്താ പറയുന്നത്? ഫർ ഓഫ് എനിമൽസ്, മൃഗങ്ങളിൽ നിന്നുള്ള രോമങ്ങളിൽ നിന്നും അവർ വസ്ത്രങ്ങൾ നിർമ്മിച്ചു. ഫർ മീൻസ് രോമം, അതായത് കമ്പിളി പോലുള്ള വസ്ത്രങ്ങൾ അവർ നിർമ്മിച്ചു. അതാണ് അവർ ധരിച്ചിരുന്നത്. Humans used the materials they got from their surroundings as clothing when they lived by hunting. ഇവിടെ എന്താ പറയുന്നത്? വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമാക്കി ഉപയോഗിച്ചിരുന്നത്. They used grass, bark of trees, മരവുരി, and hide, animal skin for making clothes. പുല്ല്, ഇലകൾ, മരത്തോൽ, അതായത് മരവുരി, മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി. ഹോൺ ആൻഡ് ബോൺ ഓഫ് എനിമൽസ് വെർ യൂസ്ഡ് ആസ് നീഡിൽസ് ആൻഡ് ടൂൾസ് ടു മേക്ക് ക്ലോത്ത്സ്. മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്രനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളുമാക്കി. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾ നെയ്യാനായിട്ട് ഇവിടെ എന്താണ് അവർ ഉപയോഗിച്ചിരുന്നത്? മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവ സൂചികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഉപകരണങ്ങളുമാക്കി അവർ നിർമ്മിച്ച് വസ്ത്രങ്ങൾ നെയ്തെടുത്തു. During the period when polished stones were used as weapons, stones needles helped to sewing clothes. മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽസൂചി സഹായിച്ചു.
കണ്ടില്ലേ, നമ്മൾ ആദ്യകാലങ്ങളിൽ കല്ലുകളെ മിനുസപ്പെടുത്തിയായിരുന്നു ആയുധങ്ങളാക്കി അവർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് അവർക്ക് വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽസൂചി സഹായിച്ചു. They also made clothes by cleaning and softening animal skin and fur. മൃഗങ്ങളുടെ തോൽ, രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കി ധരിച്ചിരുന്നു. ഇവിടെ റൈറ്റ് സൈഡിലൊരു സ്റ്റോൺ നീഡിൽ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾ നെയ്യാനായിട്ട് ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഒരു എക്യുപ്മെന്റ് ആയിരുന്നു സ്റ്റോൺ നീഡിൽ, കൽസൂചി എന്ന് പറയും. അത് ഉപയോഗിച്ചിട്ടായിരുന്നു അവർ അന്ന് കാലങ്ങളിൽ വസ്ത്രങ്ങൾ നെയ്തിരുന്നത്. The making of clothes by early humans was not like that of today. What could be the reason? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദിമ മനുഷ്യരുടെ വസ്ത്രനിർമ്മാണം ഇന്നത്തേത് പോലെ ആയിരുന്നില്ല. എന്തായിരിക്കും കാരണം? ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ അന്നത്തെ വസ്ത്രനിർമ്മാണത്തെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു ഇല്ലേ? അപ്പൊ എന്തായിരിക്കും ഇന്നത്തെ മനുഷ്യരിൽ നിന്ന് ആദിമകാലത്തെ മനുഷ്യർ തമ്മിലുള്ള ആ വസ്ത്രനിർമ്മാണത്തിന്റെ വ്യത്യാസം എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും അല്ലെ? ആദ്യകാലങ്ങളിൽ എന്തായിരുന്നു? കൽസൂചി, അതുപോലുള്ള മൃഗങ്ങളുടെ കൊമ്പുകൾ മിനുസപ്പെടുത്തി അങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആദിമകാലത്ത് മനുഷ്യർ വസ്ത്രങ്ങൾ നെയ്തിരുന്നത്. അതുപോലെ തന്നെ വസ്ത്രങ്ങളിലും വളരെയധികം വ്യത്യാസമുണ്ട്. ഒന്ന് മരവുരി, അതായത് മരങ്ങളുടെ തോല്, മൃഗങ്ങളുടെ തൊലി എന്നിവ ഉപയോഗിച്ചുകൊണ്ടും ഇലകൾ, പുല്ല് എന്നിവ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു അന്ന് കാലങ്ങളിൽ വസ്ത്രങ്ങൾ. പക്ഷെ ഇന്നത്തെ കാലത്തും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് എക്യുപ്മെന്റ്സും യൂസ് ചെയ്തുകൊണ്ടാണ് വസ്ത്രനിർമ്മാണം നടത്തുന്നത് അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ആദിമകാലത്തെ മനുഷ്യരിൽ നിന്ന് ഇന്നത്തെ മനുഷ്യന്റെ വസ്ത്ര നിർമ്മാണ രീതിയും വസ്ത്രത്തിലുള്ള ആ മാറ്റങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ടുവേർഡ്സ് വീവിംഗ്, നെയ്ത്ത് വിദ്യയിലേക്ക്. In the early days, fibers collected from the surroundings were used for making clothes. ചുറ്റുപാടുകളിൽ നിന്ന് ശേഖരിച്ച നാരുകളാണ് ആദ്യകാലങ്ങളിൽ വസ്ത്രനിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. Fibers were combined and spun to make long yarns. Weaving is the techniques of making clothes with these yarns. ഇവിടെ എന്താ പറയുന്നത്? നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി. ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് എന്തെന്ന് പറയുന്നത്? നെയ്ത്ത്. ഗ്രീൻ ബോക്സ് നമുക്ക് റീഡ് ചെയ്യാം. ക്ലോത്തിങ് ഇൻ ദ ഇൻഡസ് വാലി, സിന്ധു നദീതടത്തിലെ വസ്ത്രം. ഓരോ പ്രദേശത്ത് വസ്ത്രധാരണ രീതികളെ കുറിച്ചുള്ള കൂടുതൽ അറിവ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കത് വായിച്ച് മനസ്സിലാക്കാം. ദ ഇൻഡസ് വാലി വാസ് an ancient river valley civilization that existed in the northwestern part of India. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. From the available evidence, it is assumed that the people of the Indus Valley made clothing from the cotton and wool. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ്. The dressed status excavated from there reflect the clothing style of the people. അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനതയുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. It is believed that cotton was traded from here to other regions. പിന്നെ എന്താ പറയുന്നത്? പരുത്തി ചെടികളിൽ നിന്ന് ലഭിക്കുന്ന പരുത്തി നാരുകൾ ഇവിടെ നിന്ന് മറ്റു ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതുന്നു. ഇത്രയും കാര്യങ്ങളാണ് സിന്ധു നദീതടത്തിലെ വസ്ത്രധാരണ രീതിയെ കുറിച്ച് നമുക്ക് നൽകുന്ന അറിവുകൾ. ഓക്കെ, നെക്സ്റ്റ്. ഗ്രാജുവലി ദ ടെക്നിക്സ് ഓഫ് വീവിംഗ് ബിക്കെയിം മോർ ഡെവലപ്ഡ്. കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു. In the early days, clothes were made by hands using yarns from cotton and jute. ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂല് ഉപയോഗിച്ച് കൈകൾ കൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. They realized that clothes woven from yarns were better than animal skin. This led to the spread of woven clothes. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂൽ കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി. The method of making cloth using wooden looms was developed later. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതിയാണ് പിന്നീട് വികാസം പ്രാപിച്ചത്. The increase in the need of clothing led to the invention of weaving equipment. മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ച് നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിയിച്ചു. This helped to increase the speed of weaving. ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു. ഹാൻഡ്ലൂം ക്ലോത്ത്സ് ആർ ക്ലോത്ത്സ് woven on handloom using yarns. നൂൽ ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടുവേർഡ്സ് വീവിംഗ്
അതായത് നെയ്ത്ത് വിദ്യയിലേക്ക് എന്നൊരു ഭാഗത്ത് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ 2 പിക്ചർ തന്നിട്ടുണ്ട്. ആൻഡ് ഏർലി സ്പിന്നിങ് മെഷീൻ, ആദ്യകാല നൂൽനൂൽപ്പ് യന്ത്രം. നെക്സ്റ്റ് പിക്ചറിൽ ഹാൻഡ്ലൂം, കൈത്തറി അല്ലെ, ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് കൂടുതൽ പ്രചാരത്തിലിരുന്നതാണ് ഈ യന്ത്രങ്ങൾ. The invention of handloom was a breakthrough in the field of cloth manufacturing. കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കി. Clothes were colored with a dye made from indigo plant. ഇൻഡിഗോ ചെടിയിൽ, ഒരു നീലം ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി. The technique of weaving became more popular over the years. കാലക്രമേണ തുണി നെയ്ത്ത് വിദ്യ കൂടുതൽ പ്രചാരത്തിലായി. നമുക്ക് ഗ്രീൻ ബോക്സിലെ കണ്ടന്റ് വായിക്കാം. കോട്ടൺ, പരുത്തി. കോട്ടൺ ഈസ് യൂസ്ഡ് ടു മേക്ക് ക്ലോത്തിങ് ഓൾ ഓവർ ദ വേൾഡ്. ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. കോട്ടൺ obtained from the cotton plant is converted to yarns and used to make clothing. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. കോട്ടൺ ഹാസ് ബീൻ കൾട്ടിവേറ്റഡ് ഇൻ ഇന്ത്യ സിൻസ് ഏൻഷ്യന്റ് ടൈംസ്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. നെക്സ്റ്റ് ജൂട്ട്, ചണം. ജൂട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ജൂട്ട് പ്ലാന്റ്. ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് നാച്ചുറൽ ഫൈബർ, ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. മോസ്റ്റ് ഓഫ് ദ വേൾഡ്സ് ജൂട്ട് കൾട്ടിവേഷൻ ഈസ് ഓൺ ദ fertile banks of the river ഗംഗ ഇൻ ഇന്ത്യ. ലോകത്ത് ചണകൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലപുഷ്ടിയായ ഗംഗാതീരത്താണ്. Large quantities of jute were taken from India by foreigners for the textile industry. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു. നെക്സ്റ്റ് ഇൻഡിഗോ, നീലം ചെടി. In the early days, a dye made from the indigo plant was used to color clothes. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു. Later, various pigments were used with indigo to make different clothes. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. There are many handloom centers in Kerala too. Balaramapuram in Thiruvananthapuram district, Kuttambulli in Thrissur district and Kannur were major handloom centers. നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. കണ്ണൂർ, തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട കൈത്തറി മേഖലകളാണ് ഈ ജില്ലകൾ. നെക്സ്റ്റ്, ദ പ്രോഗ്രസ് ഇൻ സയൻസ് ഹാസ് ലെഡ് ടു ദ ഇൻവെൻഷൻ ഓഫ് ന്യൂ മെഷീൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ദ ക്ലോത്ത് മാനുഫാക്ചറിംഗ്. ശാസ്ത്ര പുരോഗതി വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. ദ സ്പിന്നിംഗ് ജെന്നി സീൻ ഇൻ ദ പിക്ചർ ഈസ് വൺ സച്ച് എ മെഷീൻ. ചിത്രത്തിൽ കാണുന്ന സ്പിന്നിംഗ് ജെന്നി അത്തരത്തിലൊന്നാണ്. സ്പിന്നിംഗ് ജെന്നി. ദ സ്പിന്നിംഗ് ജെന്നി വാസ് ഇൻവെന്റഡ് ബൈ ജെയിംസ് ഹാർഗ്രീവ്സ്. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിംഗ് ജെന്നി കണ്ടുപിടിച്ചത്. The handloom yarns production was not enough to meet the demand of the textile industry at that time. ഇവിടെ എന്താ പറയുന്നത്? കൈകൊണ്ടുള്ള നൂലുൽപാദനം അക്കാലത്തെ വസ്ത്ര വ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല. The invention of the spinning jenny accelerated the production of yarns. സ്പിന്നിംഗ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂലുൽപാദനം വേഗത്തിലാക്കി. The rise in population increased the demand for clothing. ജനസംഖ്യയിലെ വർധനവ് വസ്ത്രത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു. ന്യൂ മെഷീൻസ് became a part of weaving. പുതിയ യന്ത്രങ്ങൾ നെയ്ത്തുവിദ്യയുടെ ഭാഗമായി. ഇറ്റ് reduced the human effort. അവ മനുഷ്യപ്രയത്നം കുറച്ചു. The handloom was later replaced by the power loom. കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നു. അതോടുകൂടി വസ്ത്രനിർമ്മാണം വളരെ വേഗത്തിൽ പുരോഗതി പ്രാപിച്ചു. പവർലൂം, യന്ത്രത്തറി. പവർലൂം വാസ് ഇൻവെന്റഡ് ബൈ എഡ്മണ്ട് കാർട്ട്റൈറ്റ്. എഡ്മണ്ട് കാർട്ട്റൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത്. ദ പവർലൂം ഈസ് ഓപ്പറേറ്റഡ് ഐദർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇലക്ട്രിസിറ്റി ഓർ സം അതർ എനർജി സോഴ്സസ്. വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിന്റെയോ സഹായത്താലാണ് യന്ത്രത്തറി പ്രവർത്തിക്കുന്നത്. എ പവർലൂം ക്യാൻ പ്രൊഡ്യൂസ് മോർ ക്ലോത്ത് മച്ച് ഫാസ്റ്റർ ദാൻ എ ഹാൻഡ്ലൂം. കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ യന്ത്രത്തറിക്ക് സാധിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. The Europeans traveled to different parts of the world in search of markets to sell the clothes produced as a result of mechanization. ഇവിടെ എന്താ പറയുന്നത്? യന്ത്രവൽക്കരണത്തിന്റെ ഫലമായി കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. ആസ് പാർട്ട് ഓഫ് ഇറ്റ് they reached India also. അങ്ങനെ അവർ ഇന്ത്യയിലും എത്തിച്ചേർന്നു.
They took the raw materials needed for the textile industry from India to Europe. തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. Clothes they produced there with the help of machines were sold in India. അങ്ങനെ യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലേക്ക് എത്തിച്ച് അത് വിറ്റഴിച്ചു. The Europeans. യൂറോപ്യൻസിനെ കുറിച്ചിട്ട് ഒരു ചെറിയ കണ്ടന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂറോപ്പ് ഈസ് വൺ ഓഫ് ദ 7 കോണ്ടിനെന്റ്സ്. ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്നാണ് യൂറോപ്പ്. ദ പീപ്പിൾ ഓഫ് ദ കോണ്ടിനെന്റ്സ് ആർ കോൾഡ് ദ യൂറോപ്യൻസ്. ഈ വൻകരയിലുള്ള ജനങ്ങളെയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത്. The Portuguese, the Dutch, the English and the French came to India from Europe for trade. യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയവരാണ് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ എന്നിവർ. They colonized India and took the raw materials from here to their lands. ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. Among them, the English colonized India for the longest period. ഇവിടെ എന്താ പറയുന്നത്? ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വെച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ്. The changes in the society also had a significant impact on the cloth manufacturing. സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു. The increase in demand for clothing led to the development of more advanced weaving machines. വസ്ത്രങ്ങളുടെ ആവശ്യകതയിൽ ഉണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്തുയന്ത്രങ്ങളുടെ വികാസത്തിന് വഴിതെളിയിച്ചു. Production increased with the help of machines. യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപാദനം വർദ്ധിച്ചു. Clothes with better quality and variety reached more people. Artificial dyes began to be used to color clothes. ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇവിടെ കുറച്ച് വസ്ത്രങ്ങൾ, തുണികൾ, വ്യത്യസ്തങ്ങളായ നിറങ്ങളിലുള്ള തുണികൾ, അതുപോലെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറത്തിലുള്ള വസ്ത്രങ്ങളെല്ലാം ചിത്രത്തിൽ കാണാം. കണ്ടോ? ഇതെല്ലാം യൂറോപ്യൻസിൻ്റെ വരവോട് കൂടിയിട്ടാണ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് നമ്മുടെ രാജ്യത്ത് വന്നത്. The color varieties found in most of our clothing we use today were made by mixing these types of dyes. നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം വസ്ത്രങ്ങളിലും കാണുന്ന വർണ്ണവൈവിധ്യം ഇത്തരത്തിലുള്ള ചായങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. Notice the qualitative changes that took place in the textile field when the machines began to be used for manufacturing clothes. യന്ത്രങ്ങൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ആ രംഗത്തുണ്ടായ ഗുണപരമായ മാറ്റങ്ങൾ ശ്രദ്ധിക്കൂ. ഒരു ബോക്സിൽ കുറച്ച് കണ്ടന്റ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ചേഞ്ചസ് ബ്രോട്ട് ബൈ ദ യൂസ് ഓഫ് മെഷീനറി ഇൻ ദ മാനുഫാക്ചർ ഓഫ് ക്ലോത്ത്സ്. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഏതൊക്കെയാണ്? ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ്, വസ്ത്ര ഉൽപാദനത്തിൻ്റെ വർധനവ്. റിഡക്ഷൻ ഇൻ ഹ്യൂമൻ ലേബർ, മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ്. ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്, വസ്ത്രങ്ങളിലെ വൈവിധ്യം. ക്വാളിറ്റി ക്ലോത്തിങ്, ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ. സ്പ്രെഡ് ഓഫ് ക്ലോത്തിങ്, വസ്ത്രങ്ങളുടെ വ്യാപനം. അഫോർഡബിൾ ക്ലോത്ത്സ്, അല്ലേ? ക്ലോത്ത്സ് വസ്ത്രങ്ങളുടെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. മെഷീൻ യൂസ് ചെയ്തതോടുകൂടി വളരെ വേഗത്തിലും ഗുണമേന്മയുള്ളതുമായ വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് ക്ലോത്ത്സ് കൊടുക്കാൻ സാധിക്കും. റെഡ്യൂസ് മെറ്റീരിയൽ വേസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും സാധിക്കും. ഡിസ്കസ് ദ ചേഞ്ചസ് ഇൻ ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ബ്രോട്ട് അബൌട്ട് ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മെഷീൻസ്. യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ക്ലാസ്സിൽ കൂട്ടുകാരുമായി ഡിസ്കസ് ചെയ്തിട്ട് ഒരു കുറിപ്പ് എഴുതാവുന്നതാണ്. ബോത്ത് നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ് ആർ യൂസ്ഡ് ടു മാനുഫാക്ചർ ക്ലോത്ത്സ്. വസ്ത്രനിർമ്മാണത്തിന് പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നു. നാച്ചുറൽ ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ദ ഡിസ്കവറി ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ് ലെഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത്സ് ഓഫ് ഡിഫറെൻറ്റ് ടെക്സ്ചർ ആൻഡ് ക്വാളിറ്റീസ്. കൃത്രിമ നാരുകളുടെ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുമുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു. The use of synthetic fibers such as polyester and nylon helped to make clothing more durable and cost effective. പോളിസ്റ്റർ, നൈലോൺ തുടങ്ങിയ കൃത്രിമ നാരുകളുടെ ഉപയോഗം കൂടുതൽ ഈടുനിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമായ വസ്ത്രനിർമ്മാണത്തിന് സഹായിച്ചു.
നെക്സ്റ്റ് ഫൈബേഴ്സ് യൂസ്ഡ് ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. നാച്ചുറൽ ഫൈബേഴ്സ് ഉണ്ട്, സിന്തറ്റിക് ഫൈബേഴ്സ് ഉണ്ട്. പ്രകൃതിദത്ത നാരുകളുണ്ട്, കൃത്രിമ നാരുകളുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. നാച്ചുറൽ ഫൈബേഴ്സ്, പ്രകൃതിദത്ത നാരുകൾ. ഫ്രം എനിമൽസ്, ജന്തുക്കളിൽ നിന്ന്. എക്സാമ്പിൾസ് നോക്കാം. വൂൾസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഷീപ്പ് ആൻഡ് സിൽക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം സിൽക്ക് വോം. ചെമ്മരിയാടിൽ നിന്ന് കമ്പിളി നാരും പട്ടുനൂൽ പുഴുവിൽ നിന്ന് പട്ടിൻ്റെ നാരും നിർമ്മിക്കുന്നു. ഫ്രം പ്ലാന്റ്സ്, സസ്യങ്ങളിൽ നിന്ന്. ഉദാഹരണം നോക്കാം. കോട്ടൺ ആൻഡ് ജൂട്ട് ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം കോട്ടൺ ആൻഡ് ജൂട്ട് പ്ലാന്റ്സ് റെസ്പെക്റ്റീവ്ലി. പരുത്തി, ചണം ചെടികളിൽ നിന്ന് യഥാക്രമം പരുത്തി നാരും ചണനാരും നിർമ്മിക്കുന്നു. അടുത്തത് സിന്തറ്റിക് ഫൈബേഴ്സ്, കൃത്രിമ നാരുകൾ. സിന്തറ്റിക് ഫൈബേഴ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽസ് സച്ച് ആസ് പെട്രോളിയം. പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. സിന്തറ്റിക് ഫൈബേഴ്സ് ആർ ജനറലി ലെസ് എക്സ്പെൻസീവ് ടു പ്രൊഡ്യൂസ് ക്ലോത്ത്സ് ദാൻ നാച്ചുറൽ ഫൈബേഴ്സ്. ഇവിടെ എന്താ പറയുന്നത്? പ്രകൃതിദത്ത നാരുകളേക്കാൾ കൃത്രിമ നാരുകൾ ഉപയോഗിച്ചുള്ള തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പൊതുവെ ചെലവ് കുറവാണ്. ഇറ്റ് ഓൾസോ ഹാസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് നോട്ട് റിംഗ്ലിംഗ് ക്വിക്ക്ലി. പെട്ടെന്ന് ചുളിവുണ്ടാവില്ല എന്ന മേന്മയും ഇതിനുണ്ട്. ഉദാഹരണം നോക്കാം. പോളിസ്റ്റർ, നൈലോൺ, റയോൺ എക്സെട്ര. പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവയാണ് ഇതിനുള്ള കൃത്രിമ നാരുകൾക്കുള്ള ഉദാഹരണങ്ങൾ. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഫൈൻഡിങ് ദ ഓർഗാനിസംസ് ആൻഡ് പ്ലാന്റ്സ് ഫ്രം വിച്ച് നാച്ചുറൽ ഫൈബേഴ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. പ്രകൃതിജന്യ നാരുകൾ ഏതൊക്കെ ജീവികളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കാനാണ് ഇവിടെ പറയുന്നത്. ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിൽ വൂൾ, കമ്പിളി ഏത് മൃഗത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ഷീപ്പ്. സിൽക്ക്, പട്ട്, സിൽക്ക് വോം, പട്ടുനൂൽപ്പുഴുവിൽ നിന്ന്. കോട്ടൺ, പരുത്തി, കോട്ടൺ പ്ലാന്റ്, പരുത്തിച്ചെടിയിൽ നിന്ന്. ജൂട്ട് പ്ലാന്റ്, ചണം ഉൽപ്പാദിപ്പിക്കുന്ന ചെടിയിൽ നിന്ന്. ഇവിടെ ഒരു ആക്ടിവിറ്റി ഒരു ചെറിയ ബോക്സിൽ തന്നിട്ടുണ്ട്, നമുക്ക് റീഡ് ചെയ്യാം. കളക്ട് സ്ക്രാപ്പ് പീസ് ഓഫ് ക്ലോത്ത്സ് ബൈ വിസിറ്റിംഗ് എ ടൈലറിംഗ് ഷോപ്പ് ഇൻ യുവർ ലൊക്കാലിറ്റി. നിങ്ങളുടെ പ്രദേശത്തെ തുന്നൽ കട സന്ദർശിച്ച് പാഴ്ത്തുണി കഷ്ണങ്ങൾ ശേഖരിക്കുക. ഡിഫറൻഷിയേറ്റ് ദ ക്ലോത്ത്സ് മെയ്ഡ് ഫ്രം നാച്ചുറൽ ഫൈബേഴ്സ് ആൻഡ് സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് പേസ്റ്റ് ദം ഓൺ ദ ചാർട്ട് ആൻഡ് ഡിസ്പ്ലേ ദം ഇൻ യുവർ ക്ലാസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും കൊണ്ടുണ്ടാക്കിയ തുണികൾ വേർതിരിച്ച് ചാർട്ടിൽ ഒട്ടിച്ച് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു തുന്നക്കടയിൽ ചെന്നിട്ട് പാഴ്ത്തുണികൾ കളക്ട് ചെയ്തിട്ട് അതിൽ പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിച്ച് ഉണ്ടാക്കിയ തുണികൾ വേർതിരിച്ചിട്ട് ഒരു ചാർട്ടിൽ ഒട്ടിക്കാം. ഡൈവേഴ്സിറ്റി ഇൻ ക്ലോത്തിങ്. അടുത്തത് വസ്ത്രങ്ങളിലെ വൈവിധ്യം, അതാണ് നമ്മൾ നോക്കുന്നത്. ഡോണ്ട് വി വിയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ദാറ്റ് സ്യൂട്ട് ഡിഫറെൻറ്റ് ക്ലൈമറ്റ്. വ്യത്യസ്ത കാലാവസ്ഥയിൽ അതിനനുയോജ്യമായ വസ്ത്രങ്ങളല്ലേ നമ്മൾ ധരിക്കുന്നത്. ആർ ദ ഡിഫറൻസ് ഇൻ ക്ലോത്തിങ് ഓൺലി ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ്. കാലാവസ്ഥയുടെ മാറ്റത്തിന് അനുസരിച്ച് മാത്രമാണോ വസ്ത്രധാരണത്തിൽ വ്യത്യാസമുണ്ടാകുന്നത്? നമുക്ക് നോക്കാം. Observe the given pictures. Find out the situations in which each type of clothing is used. Write the corresponding number of the pictures in the table given. ഇവിടെ തന്നിട്ടുള്ള ചിത്രങ്ങൾ നിരീക്ഷിച്ചിട്ട് അവയിലെ വസ്ത്രങ്ങൾ ഓരോന്നും ഏതേത് സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തി പട്ടികയിൽ ചിത്രത്തിൻ്റെ നമ്പർ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയത് കറക്റ്റാക്കാം. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിൽ 4 പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലൈമറ്റ് അല്ലേ, കാലാവസ്ഥ. അതായത് 2 കാലാവസ്ഥ തന്നിട്ടുണ്ട് ഇവിടെ. റെയിനി സീസണും പിന്നെന്താ വിൻ്റർ സീസണും. ആ സമയത്ത് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഇവിടെ ഏത് പിക്ചറാണ്? അതിൽ 1ഉം 6ഉമാണ് അല്ലേ. പിന്നെ നെക്സ്റ്റ് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധം അതല്ലേ. രോഗപ്രതിരോധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സ് ഏതാ? വസ്ത്രങ്ങൾ ധരിക്കുന്നത് അവിടെ 4ാമത്തെ പിക്ചറാണ്. അതോറിറ്റി സ്റ്റാറ്റസ്, ഇവിടെ അധികാരം കാണിച്ച 2 പോസ്റ്റർ തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? 3ാമത്തെ അല്ലേ, പോലീസ് അതാണ്, ആ പോലീസ് വേഷമാണ് അല്ലേ. അപ്പോൾ അവിടെ 3 കൊടുക്കാം. പിന്നെ എംപ്ലോയ്മെൻറ്റ്, ജോലി സംബന്ധമായിട്ടുള്ള 2 പിക്ചേഴ്സ് ഉണ്ട്. എന്താ? 2ഉം 5ഉം. ഡോക്ടറും വക്കീലിൻ്റെയും ലോയറിൻ്റെയും 2 പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ നമ്പർ എഴുതാം. ഓക്കെ. നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റിയാണ്, അത് നിങ്ങൾ ചെയ്യാം. പ്രിപ്പയർ ആൻ ആൽബം ബൈ കളക്ടിങ് പിക്ചേഴ്സ് ഇൻഡിക്കേറ്റിംഗ് ഡ്രസ്സിങ് ഇൻ വേരിയസ് സിറ്റുവേഷൻസ്. വിവിധ സാഹചര്യങ്ങളിലെ വസ്ത്രധാരണത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കുക. അടുത്തത് ക്ലൈമറ്റ്, കസ്റ്റംസ്, പൊസിഷൻസ് ഓഫ് പവർ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് റീജിയണൽ ഡിഫറൻസ് ഇൻഫ്ലുവൻസിങ് ക്ലോത്തിങ്.
കാലാവസ്ഥ, ആചാരം, അധികാരസ്ഥാനങ്ങൾ, തൊഴിൽ, പ്രാദേശിക വ്യത്യാസങ്ങൾ ഇവയെല്ലാം വസ്ത്രധാരണത്തെ സ്വാധീനിക്കുന്നു. This variety can be seen not only in the clothing but also in jewelry, hats and footwear. വസ്ത്രം മാത്രമല്ല, വസ്ത്രത്തോടൊപ്പം ധരിക്കുന്ന ആഭരണങ്ങൾ, തൊപ്പികൾ, പാദരക്ഷകൾ എന്നിവയെല്ലാം ഈ വൈവിധ്യം കാണാൻ കഴിയും അല്ലേ? വസ്ത്രത്തോടൊപ്പം നമ്മൾ ധരിക്കുന്ന ആഭരണങ്ങളിലും തൊപ്പികൾ, പാദരക്ഷകൾ ഇവയിലെല്ലാം ആ വൈവിധ്യം നമുക്ക് കാണാൻ സാധിക്കും. Nowadays, a lot of diversities and similarities can be seen in clothing and style of dressing. ഇന്ന് വസ്ത്രത്തിലും വസ്ത്രധാരണ രീതിയിലും വളരെയേറെ വൈവിധ്യങ്ങളും സമാനതകളും നമുക്ക് കാണാം. Most of us choose clothing suitable for climate and comfort for conveyance. കാലാവസ്ഥ, യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം എന്നിവ പരിഗണിച്ച് അനുയോജ്യമായ വസ്ത്രം തിരഞ്ഞെടുക്കുന്നവരാണ് നമ്മളിലധികവും അല്ലേ? ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ചും യാത്ര ചെയ്യുമ്പോഴെല്ലാം നമുക്ക് അനുയോജ്യമായ വസ്ത്രങ്ങളാണ് നാം തിരഞ്ഞെടുക്കുന്നത്. Another areas where diversity in clothing can be seen in the field of arts. വസ്ത്രവൈവിധ്യം പ്രകടമായി കാണാൻ കഴിയുന്ന മറ്റൊരു മേഖല കലാരംഗമാണ്. Don't we like to enjoy art forms with a variety of colorful costumes? വൈവിധ്യമുള്ള വസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കലാരൂപങ്ങൾ കാണാൻ നമുക്ക് ഏറെ ഇഷ്ടമല്ലേ? ഇവിടെ കുറച്ച് കലാരൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ എഴുതാം. Observe the costumes in the given pictures. Identify the art forms to which they are associated and list them. തന്നിരിക്കുന്ന ചിത്രങ്ങളിലെ വസ്ത്രാലങ്കാരങ്ങൾ നിരീക്ഷിച്ച് അവ ഏതേതു കലാരൂപങ്ങളാണെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്തുക. ഫസ്റ്റ് നമ്മൾ കണ്ടു കഥകളി അല്ലേ? കഥകളി കോസ്റ്റ്യൂമാണ്. നെക്സ്റ്റ് കേരള നടനം, തെയ്യം, ഒപ്പന, മോഹിനിയാട്ടം, ചവിട്ടുനാടകം. അടുത്തതായിട്ടൊരു ചെറിയ ബോക്സിൽ ഒരു ആക്ടിവിറ്റിയാണ്, അത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്ത് നോക്കാം. ഡിസ്കസ് ദ ഡൈവേഴ്സിറ്റി ഓഫ് കോസ്റ്റ്യൂംസ് ഇൻ വേരിയസ് ആർട്ട് ഫോംസ്. വിവിധ കലാരൂപങ്ങളിലെ വസ്ത്രവൈവിധ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ഡിസ്ക്രിമിനേഷൻ ഇൻ ക്ലോത്തിങ്. വസ്ത്രധാരണത്തിലെ വിവേചനങ്ങൾ. ഇവിടെ ഒരു വിളംബരം തന്നിട്ടുണ്ട്, അത് കൂട്ടുകാർ വായിച്ചു നോക്കുക. This is a proclamation issued by Uttram Tirunal Marthandavarma, the King of Travancore in 1859, granting the right to women of the lower castes of southern Kerala to wear the upper clothes. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തെക്കൻ കേരളത്തിലെ താഴ്ന്ന ജാതിക്കാർ എന്ന് പറയപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് 1859 അന്നത്തെ തിരുവിതാംകൂർ രാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ പുറപ്പെടുവിച്ച വിളംബരമാണിത്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് പ്രൊക്ലമേഷൻ? ഈ വിളംബരത്തിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? This proclamation reveals that the caste system existed at the time prevented certain sections of the people from wearing clothes as they wish. അന്ന് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ ചില വിഭാഗം ജനങ്ങളെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിന്നിരുന്നു എന്നതാണ് ഈ വിളംബരം നമ്മോട് പറയുന്നത്. ട്രാവൻകൂർ, തിരുവിതാംകൂറിനെ കുറിച്ചിട്ടൊരു ചെറിയ ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് വായിക്കാം. Travancore was a princely state in British India, comprising most of the southern Kerala, a small part of central Kerala and Kanyakumari district, which is now a part of Tamil Nadu. തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ. The Travancore state expanded during the reign of Aniram Tirunal Marthandavarma in mid-18th century. 18ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. With the formation of the state of Kerala in 1956, this princely state became a part of Kerala. 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി. അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ. എന്താണ് അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ? അജിറ്റേഷൻ മീൻസ് ഒരു പ്രക്ഷോഭം അല്ലേ? ഇവിടെ എന്ത് പ്രക്ഷോഭത്തിൻ്റെ കാര്യം പറഞ്ഞത്? മേൽമുണ്ട് സമരം. ഡ്യൂറിംഗ് ദ ഏർലി 19th century, a certain section of the women in southern Travancore made a protest for the right to cover the upper part of their body. ഇവിടെ എന്താ പറയുന്നത്? 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം, അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ. At that time, only women who were said to belong to the upper caste had the right to wear the upper clothes as they wished. അക്കാലത്ത് ഉയർന്ന ജാതിയിൽപ്പെട്ടവരെന്ന് പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ.
Women of the so-called lower castes did not have the right to cover the upper part of their body in front of the upper castes. താഴ്ന്ന ജാതിക്കാരായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുമറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ദിസ് പ്രൊട്ടസ്റ്റ് ഈസ് നോൺ ഇൻ ഹിസ്റ്ററി ആസ് അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ. അങ്ങനെ ഇതിനെതിരെ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിനായി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം, അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ. ഡിസ്കസ് ആൻഡ് മേക്ക് നോട്ട് അബൌട്ട് ദ വയലേഷൻ ഓഫ് റൈറ്റ്സ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ക്ലോത്തിങ്. വസ്ത്രധാരണത്തിൽ നിലനിന്നിരുന്ന അവകാശ നിഷേധങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കും. അത് കൂട്ടുകാർ തയ്യാറാക്കി നോക്കുക. നെക്സ്റ്റ് ടോപ്പിക്, ക്ലോത്ത് ആസ് എ വെപ്പൺ ഓഫ് അജിറ്റേഷൻ. വസ്ത്രം ഒരു സമരായുധം. Cloth has been used in the past as a weapon against various forms of exploitation. പലതരം ചൂഷണങ്ങൾക്കെതിരെ ഒരു സമരായുധമായി വസ്ത്രത്തെ കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. One of the most important among them was the struggle led by Mahatma Gandhi in India's freedom movement. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ. Gandhiji made ഖാദി, ചർക്ക and boycott of foreign goods as a part of the freedom struggle. ഗാന്ധിയും ചർക്കയും നൂൽനൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി. ഹി എൻകറേജ്ഡ് ഖാദി ക്ലോത്ത്സ് മെയ്ഡ് ബൈ സ്പിന്നിങ് ഇൻ ദ ചർക്ക. ചർക്കയിൽ നൂൽനൂറ്റുണ്ടാക്കുന്ന ഖാദി വസ്ത്രങ്ങളെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത്. ഹി എക്സോർട്ടഡ് പീപ്പിൾ ടു വിയർ ഖാദി ക്ലോത്ത്സ്. ഖാദി വസ്ത്രങ്ങൾ ധരിക്കുവാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഗാന്ധിജി ഡിമാൻഡഡ് ടു ബോയ്ക്കോട്ട് ഫോറിൻ ക്ലോത്ത്സ് ബൈ മേക്കിംഗ് ആൻഡ് വിയറിംഗ് ഇൻഡിജീനിയസ് ക്ലോത്ത്സ്. ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കാനാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത്. ഇവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചറിൽ ഇന്ത്യൻ പീപ്പിൾ ബോയ്ക്കോട്ടിംഗ് ആൻഡ് ബേണിംഗ് ഫോറിൻ ക്ലോത്ത്സ്. ഇന്ത്യൻ ജനത വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ച് നശിപ്പിക്കുന്നു. സെക്കൻഡ് പിക്ചറിൽ ഗാന്ധിജി സ്പിന്നിങ് യാൺ ഓൺ ദ ചർക്ക. ചർക്കയിൽ നൂൽക്കുന്ന ഗാന്ധിജി. ഗാന്ധിജി ടേൺ ദ ഫ്രീഡം സ്ട്രഗിൾ ഇൻ ടു എ മാസ് മൂവ്മെൻറ്റ് ബൈ മേക്കിംഗ് ക്ലോത്ത്സ് ആസ് എ വെപ്പൺ ഓഫ് സ്ട്രഗിൾ. വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമരായുധമാക്കിക്കൊണ്ട് ഗാന്ധിജി സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. ചർക്ക ബിക്കെയിം എ സിംബൽ ഓഫ് ദ സ്വദേശി മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായി ചർക്ക മാറി. വിയറിംഗ് ഖാദി ക്ലോത്ത്സ് ആൻഡ് ഖാദി ക്യാപ്സ് ബിക്കെയിം എ സിംബൽ ഓഫ് പാട്രിയോട്ടിസം. ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായി മാറി. ഗ്രീൻ ബോക്സിൽ 2 പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ദ സ്വദേശി മൂവ്മെൻറ്റും ദ ഖാദി മൂവ്മെൻറ്റ്. ഫസ്റ്റ് ദ സ്വദേശി മൂവ്മെൻറ്റ്, സ്വദേശി പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം. The Swadeshi movement was started on 7th August 1905 as a part of India's freedom struggle. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി 1905 ആഗസ്റ്റ് 7-നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. Its aim was to boycott the British-made goods and to promote the production and use of Indian-made goods. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കളുടെ ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ബ്രിട്ടീഷ് നിർമ്മിതമായ വസ്തുക്കൾ ഉപേക്ഷിച്ച് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക, അതായിരുന്നു എയിം ഓഫ് ദി സ്വദേശി മൂവ്മെൻറ്റ്. August 7, which marked the beginning of Swadeshi movement, has been observed as National Handloom Day in India since 2015. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വന്നു. സെക്കൻഡ്, ദ ഖാദി മൂവ്മെൻറ്റ്, ഖാദി പ്രസ്ഥാനം. ദ ഖാദി മൂവ്മെൻറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ ഇൻ 1918 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ഖാദി ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റീവ് പ്ലേസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യസ് ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട്. ആസ് ദ ഖാദി മൂവ്മെൻറ്റ് ഗെയിൻഡ് മൊമെൻറ്റം, ദ സൗണ്ട് ഓഫ് ചർക്ക റോസ് ഫ്രം ഇന്ത്യൻ വില്ലേജ്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദം ഉയർന്നു. ദെൻ ദ ഖാദി ക്ലോത്തിങ് സ്പ്രെഡ് ഓൾ ഓവർ ഇന്ത്യ. ഖാദി വസ്ത്രത്തിൻ്റെ പ്രചാരം ഇന്ത്യയിലെമ്പാടും വ്യാപകമായി. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ഖാദി പ്രസ്ഥാനം ആരംഭിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷമായ സ്ഥാനമാണുള്ളത്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദം ഉയരുകയും ലോകമെമ്പാടും ഈ ഖാദി വസ്ത്രത്തിൻ്റെ പ്രചാരം വ്യാപകമാവുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്.
അടുത്തത് ഒരു ആക്ടിവിറ്റിയാണ്. ഹൗ ഡിഡ് ചർക്ക ആൻഡ് ഖാദി ക്ലോത്തിങ് ബിക്കെയിം വെപ്പൺ ഓഫ് അജിറ്റേഷൻ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്? ചർക്കയും ഖാദി വസ്ത്രവും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരായുധമായി മാറിയത് എങ്ങനെ? മേക്ക് എ പോസ്റ്റർ ആൻഡ് ഡിസ്പ്ലേ ഇൻ ക്ലാസ്. പോസ്റ്റർ തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. നെക്സ്റ്റ് ടോപ്പിക് ന്യൂ ട്രെൻഡ്സ് ഇൻ ക്ലോത്തിങ്. വസ്ത്രധാരണ രംഗത്തെ പുത്തൻ പ്രവണതകൾ. ഡു യു ലൈക്ക് ടു വിയർ ദ സെയിം ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ഓൾ ദ ടൈം? എന്നും ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? വാട്ട് ആർ യുവർ പ്രിഫറൻസസ് ഇൻ ഡ്രസ്സിംഗ്? വസ്ത്രധാരണത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം താല്പര്യങ്ങളാണുള്ളത്? ഒബ്സർവ് ദ പിക്ചേഴ്സ്. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ചേഞ്ചസ് ടേക്ക് പ്ലേസ് ഡേ ബൈ ഡേ നോട്ട് ഓൺലി ഇൻ ദ മെത്തേഡ് ഓഫ് മാനുഫാക്ചറിംഗ് ബട്ട് ഓൾസോ ഇൻ ദ ഡിസൈൻ സ്റ്റൈൽ ആൻഡ് യൂസ് ഓഫ് ക്ലോത്തിങ്. വസ്ത്രനിർമ്മാണ രീതിയിൽ മാത്രമല്ല രൂപകൽപ്പനയിലും ശൈലിയിലും ഉപയോഗത്തിലും ദിനംപ്രതി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പേഴ്സണൽ പ്രിഫറൻസസ്, ഇൻട്രസ്റ്റസ് ആൻഡ് കൺവീനിയൻസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ടുഡേയ്സ് ക്ലോത്തിങ്. വ്യക്തിപരമായ മുൻഗണനകളും താല്പര്യങ്ങളും സൗകര്യങ്ങളും ഇന്നത്തെ വസ്ത്രധാരണത്തെ ശക്തമായി സ്വാധീനിക്കുന്നു. There is an interesting development in clothing also along with the changes in beauty concepts. സൗന്ദര്യ സങ്കല്പത്തിലെ മാറ്റത്തിനനുസരിച്ച് പുത്തൻ വേഷവിധാനത്തിനും കൗതുകകരമായ വളർച്ചയുണ്ടായി. Advertisements, movies, social media, etc. have a significant influences on the choice of clothing. പരസ്യങ്ങൾ, സിനിമകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കാര്യമായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓർഗനൈസ് എ ഡിസ്കഷൻ ഓൺ ഹൗ അഡ്വർടൈസ്മെന്റ്സ്, മൂവി, സോഷ്യൽ മീഡിയ എക്സെട്ര ഇൻഫ്ലുവൻസ് ദ ചോയ്സ് ഓഫ് ക്ലോത്തിങ്. പരസ്യങ്ങൾ, സിനിമകൾ, സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയവ വസ്ത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് എങ്ങനെയെല്ലാമെന്ന് ഒരു ഡിസ്കഷൻ നടത്താനാണ് പറയുന്നത്. എ ലോട്ട് ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആർ ഓപ്പണിംഗ് അപ് ടുഡേ ഇൻ ദ ഫീൽഡ് ലൈക്ക് ഫാഷൻ ഡിസൈനിങ് ആൻഡ് എംബ്രോയിഡറി. ഇന്ന് ഫാഷൻ ഡിസൈനിങ്, എംബ്രോയിഡറി തുടങ്ങിയ മേഖലകൾ ധാരാളം തൊഴിലവസരങ്ങൾ തുറന്നിടുന്നുണ്ട്. Today, fashion designing has grown into a field of study with immense employment potential. ഫാഷൻ ഡിസൈനിങ് ഇന്ന് വലിയ തൊഴിൽ സാധ്യതയുള്ള ഒരു പഠന മേഖലയായി വളർന്നിരിക്കുന്നു. ഇവിടെ രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. എംബ്രോയിഡർഡ് ക്ലോത്ത്സ്, എംബ്രോയിഡറി ചെയ്ത വസ്ത്രം. ഫാഷൻ ഡിസൈനിങ്, ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ആ ഒരു മോഡലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ആർ ദ എംപ്ലോയ്മെന്റ് സെക്ടർ ക്ലോത്ത് മാനുഫാക്ചറിംഗ് സെക്ടർ. വസ്ത്രനിർമ്മാണ രംഗത്തെ വിവിധ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എംപ്ലോയ്മെന്റ് സെക്ടർ ഇൻ ക്ലോത്ത് മാനുഫാക്ചറിംഗ്. വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകൾ ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീവിംഗ്, നെയ്ത്ത്. കോസ്റ്റ്യൂം ഡിസൈനിങ്, വസ്ത്രാലങ്കാരം. സ്വീവിംഗ്, തുന്നൽ. എംബ്രോയിഡറി, ഡിസൈനിങ്. ഡൈയിങ്, ചായം മുക്കൽ. സ്പിന്നിങ്, നൂൽപ്പ്. അപ്പോൾ അത് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വസ്ത്രനിർമ്മാണ രംഗത്തിലെ തൊഴിൽ മേഖലകൾ ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ്, ഹൗ ക്യാൻ വി കൺവേർട്ട് യൂസ്ഡ് ആൻഡ് അൺവാണ്ടഡ് ക്ലോത്തിങ് ഇൻ ടു യൂസ്ഫുൾ മെറ്റീരിയൽസ്. ഉപയോഗിച്ചതും ആവശ്യമില്ലാത്തതുമായ വസ്ത്രങ്ങൾ എങ്ങനെ ഉപയോഗപ്രദമായ സാമഗ്രികളാക്കി മാറ്റാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ടാലൻസ് അറ്റ് ദ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ വിത്ത് കാർപ്പറ്റ്സ് മെയ്ഡ് ഫ്രം സ്ക്രാപ്പ് ക്ലോത്ത്സ്. പാഴ്വസ്തുക്കളിൽ നിന്ന് പരവധാനികൾ അഥവാ ചവിട്ടി അതുപോലുള്ള വസ്തുക്കൾ പ്രവൃത്തി പരിചയ മേഖലകളിൽ പ്രദർശിപ്പിക്കുക. അടുത്ത കട്ടിങ്സിൽ കൊടുത്തിരിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്ട് പഞ്ചായത്ത് വിത്ത് എ പ്രൊജക്ട് ടു മേക്ക് ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്ട്സ് ഫ്രം ഓൾഡ് ക്ലോത്തിങ്. മലപ്പുറം നഗരസഭ പഞ്ചായത്ത് അവരെന്താ അതിൽ ഒരു പ്രൊജക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, ഹാൻഡിക്രാഫ്റ്റ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അതായത് കൈ കൊണ്ടുണ്ടാക്കുന്ന നല്ല നല്ല ചെറിയ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. അടുത്തത് വടകര മുനിസിപ്പൽ കോർപ്പറേഷൻ വിത്ത് ദ പ്രൊജക്ട് ഗിവ് us സാരീസ് വിൽ ഗിവ് യു ബാഗ്സ്. ഇവിടെ വടകര മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രൊജക്റ്റിൽ പറയുന്നത് സാരി തരൂ, സഞ്ചി തരാം, അതായത് പഴയ തുണികൾ ഉപയോഗിച്ച് ബാഗ്, സഞ്ചി എന്നിവ നിർമ്മിക്കുന്നതിനെ കുറിച്ച്. വളണ്ടറി ഓർഗനൈസേഷൻ വിത്ത് എ മിഷൻ ടു കളക്ട് ക്ലോത്തിങ് ഫോർ റിലീഫ് ക്യാമ്പ്സ്. ഓരോ വീടുകളിൽ നിന്ന് സാരികളും മറ്റും കളക്ട് ചെയ്ത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെയുള്ള ചെറിയ ന്യൂസ് ഹെഡ്ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒബ്സർവ് ദ ഗിവൺ ഹെഡ്ലൈൻസ്. തന്നിട്ടുള്ള തലക്കെട്ടുകൾ നിരീക്ഷിക്കൂ. ഡു യു യൂസ് ഓൾ ദ ക്ലോത്ത്സ് യു ബൈ. വാങ്ങുന്ന എല്ലാ വസ്ത്രങ്ങളും നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ഹാവ് യു ട്രൈഡ് മേക്കിംഗ് ഹാൻഡിക്രാഫ്റ്റ്സ് ഫ്രം യൂസ്ഡ് ക്ലോത്ത്സ്. ഉപയോഗിച്ചു കഴിഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം അല്ലേ. വീട്ടിലുള്ള പാഴ്വസ്തുക്കൾ കൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ
പറയുന്നത്. ടുഡേ ടൺസ് ഓഫ് ക്ലോത്ത്സ് ആർ ത്രോൺ എവേ ഓൾ അറൗണ്ട് ദ വേൾഡ്. ലോകത്താകെ ടൺ കണക്കിന് വസ്ത്രങ്ങളാണ് വലിച്ചെറിയപ്പെടുന്നത്. ദീസ് അഡ്വേഴ്സ്ലി അഫക്ട് ദ എൻവയോൺമെൻറ്റ്. ഇത് പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നു. ദ വോളിയം ഓഫ് അൺയൂസ്ഡ് ആൻഡ് ഡിസ്കാർഡഡ് ക്ലോത്ത്സ് ഈസ് ഇൻക്രീസിംഗ് ഇൻ അവർ കൺട്രി. ഹൗ ക്യാൻ സച്ച് ക്ലോത്തിങ് ബി റീയൂസ്ഡ്? ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളും ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങളും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം വസ്ത്രങ്ങൾ എങ്ങനെ വീണ്ടും ഉപയോഗിക്കാം? ഒബ്സർവ് ദ പിക്ചേഴ്സ്. ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. കാണുന്നില്ലേ, ചിത്രത്തിൽ കുറേ കരകൗശല വസ്തുക്കളുണ്ട്, ഹാൻഡ് മെയ്ഡ് മെറ്റീരിയൽസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതെല്ലാം നമുക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ക്യാൻ വി ഓൾസോ മേക്ക് സച്ച് ക്രാഫ്റ്റ് പ്രൊഡക്ട്സ്? നമുക്കും ഇത്തരം കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ കഴിയുമോ? ഇഫ് വി ഒബ്സർവ് ദ ഹിസ്റ്റോറിക്കൽ ടൈം ലൈൻ ഓഫ് ക്ലോത്തിങ് വി ക്യാൻ സീ ദാറ്റ് ഇൻ ദ ഏർലി ഡേയ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ബോഡി വാസ് ഗിവൺ ഇമ്പോർട്ടൻസ്. വസ്ത്രധാരണത്തിലെ നാൾ വഴികൾ നിരീക്ഷിച്ചാൽ ആദ്യകാലത്ത് ശരീര സംരക്ഷണത്തിനാണ് പ്രാധാന്യം നൽകിയിരുന്നെന്ന് കാണാം. ഫോളോയിങ് ദാറ്റ് ദ ജിയോഗ്രഫി ആൻഡ് ക്ലൈമറ്റ് ഇൻഫ്ലുവൻസ്ഡ് മാനുഫാക്ചറിങ് ഓഫ് ക്ലോത്ത്സ് ആൻഡ് സ്റ്റൈൽ ഓഫ് ക്ലോത്തിങ്. തുടർന്ന് ഭൂപ്രകൃതിയും കാലാവസ്ഥയും വസ്ത്രനിർമ്മാണത്തിലും വസ്ത്രധാരണ രീതിയിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ചേഞ്ചിങ് ബ്യൂട്ടി കൺസെപ്റ്റ്സ് ആൻഡ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ് ഇൻഫ്ലുവൻസ് ദ സ്റ്റൈൽ ഓഫ് കണ്ടംപററി ക്ലോത്തിങ്. മാറിവരുന്ന സൗന്ദര്യ സങ്കല്പങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളും വർത്തമാനകാലത്തെ വസ്ത്രധാരണ രീതിയെ സ്വാധീനിക്കുന്നു. ഡോണ്ട് വി ഫീൽ മോർ പ്രൗഡ് ആൻഡ് കോൺഫിഡൻറ്റ് വെൻ വി വിയർ അവർ ഫേവറേറ്റ് ക്ലോത്ത്? ഇഷ്ടവസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് അഭിമാനവും ആത്മവിശ്വാസവും വർദ്ധിക്കില്ലേ? ക്ലോത്തിങ് വിച്ച് ഈസ് വൺ ഓഫ് ദ ബേസിക് ഹ്യൂമൻ നീഡ്സ് ഷുഡ് ബി അവൈലബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ വസ്ത്രം സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭ്യമാക്കണം. വി ക്യാൻ ഓൾസോ ബി എ പാർട്ട് ഓഫ് സച്ച് ആക്ടിവിറ്റീസ്. അതിനുള്ള പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി വായിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് ചാപ്റ്ററുമായി അടുത്ത വീഡിയോയിൽ കാണാം.